പുനർജനിയുടെ മാജിക് ഓഫ് മാജിക്കിന്റെ 15-ാം ദിവസം. 2 ആഴ്ചകൾ, കൃതജ്ഞതയുടെ 2 ആഴ്ചകൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് വികാരങ്ങൾ, അതിൽ ഏറ്റവും പ്രമുഖമായൊരു വികാരമാണ് ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥ എന്നുള്ളത്. അത് നമുക്ക് തരുന്നൊരു ഭാരമുണ്ട്, മനസ്സിനേൽപ്പിക്കുന്ന ഭാരം. ആ ഭാരം നമ്മളിൽ നിന്ന് മാറണമെങ്കിൽ മനസ്സറിഞ്ഞ് ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. അത് നമ്മെ വേദനിപ്പിച്ചവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി. ക്ഷമിക്കാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും വലിയ പുണ്യമാണ്. ക്ഷമിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയിലേക്ക് സമൃദ്ധി ഒഴുകി വരിക തന്നെ ചെയ്യും. ഇന്ന് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി ഇതാണ്. ഏറ്റവും കൂടുതൽ നമ്മെ വേദനിപ്പിച്ച, നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയെ ഓർക്കുക. ആ വ്യക്തിയുടെ ഒരു 10 ഗുണങ്ങൾ, മാക്സിമം 10 ഗുണങ്ങളെങ്കിലും നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ബുക്കിൽ എഴുതുക. അതിനുശേഷം അവയെ ഓർത്ത് ആ വ്യക്തിക്ക് നന്ദി പറയുക. ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന ആക്ടിവിറ്റി. അതോടൊപ്പം തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ പ്രാക്ടീസും, രാവിലെ എഴുന്നേറ്റാലുടൻ തന്നെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ആ പവർ അറിഞ്ഞുകൊണ്ട് ഒരു ദിവസം തുടങ്ങുന്നതും, പിന്നീട് നാം ഓർക്കുമ്പോഴെല്ലാം നമ്മളുടെ ആ ഒരു സാഹചര്യത്തിനും ആ ഒരു നിമിഷത്തിനും വ്യക്തികൾക്കുമൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടും ഓരോ ദിവസവും കൃതജ്ഞതയുടെ ശക്തി അനുഭവിച്ച്, അറിഞ്ഞ്, ആസ്വദിച്ച് ജീവിക്കാൻ കഴിയുക. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അരിഗാത്തോ, അരിഗാത്തോ, അരിഗാത്തോ.